നിസ്കരിക്കാൻ നിൽക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വസ്ത്രവിധാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് മറക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യം ഞാൻ ഇവിടെ ഉണർത്തുന്നുള്ളൂ. അതിൽ നമ്പർ 1, സ്ത്രീകൾ മക്കന ധരിക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ തന്നെ ധരിച്ചിരിക്കണം. താടിയെല്ലിൻ്റെ അടിഭാഗം താടഭാഗം പുറത്ത് കാണാൻ പാടില്ല. ഇങ്ങനെ വരരുത്, ഇങ്ങനെ വരണം. ഒരു മക്കളെ തന്നെ പല ആളുകളും വലിയ മുഖമുള്ളവളും ചെറിയ മുഖമുള്ളവളും ഒക്കെ ഇടുമ്പം പല ഭാഗം പുറത്ത് കാണാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖമക്കന ധരിക്കുമ്പോൾ മക്കനെ നിർബന്ധമല്ല, ചുറ്റിക്കെട്ടിയാലൊക്കെ മതി. പക്ഷെ ഈ ചുറ്റിക്കെട്ടുമ്പോൾ മിക്കവാറും ഇങ്ങനെയാണ് ചുറ്റിക്കെട്ടൽ വരിക. ഇത് ഇങ്ങനെ തന്നെ വരണം. മുഖം എന്ന് പറഞ്ഞാൽ മാ ബിഹിൽ മുവാജഹത്തു ഈ മമ്പിറ്റ് ഷാരി റസി, ഈ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ ഈ താടിയല് ഇവിടെ വരെയാണ് മുഖം. ഇത് മുഖത്തിൽപ്പെട്ടതല്ല, ഇത് പുറത്ത് കാണാൻ പാടില്ല. ഒരു ചെവിക്കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി വരെയാണ്. ചെവിയുടെ ഭാഗങ്ങളും പുറത്ത് നിസ്കാരത്തിൽ സ്ത്രീയുടേത് കാണാൻ പാടില്ല. അപ്പം ഈ ഭാഗം മറക്കുക, അടിഭാഗം മറക്കുക. ഇത് പ്രത്യേകം മക്കന ധരിക്കുമ്പോൾ ശ്രദ്ധിച്ചേ പറ്റൂ. 2, തലമുടിയിൽ നിന്നൊന്നും പുറത്ത് കാണാൻ പാടില്ല. 3-മത്തേത് പ്രത്യേകം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം. ഇതാ ഇപ്പൊ ഇപ്രകാരമാണ് ഒരു സ്ത്രീ ധരിച്ചത് എങ്കിൽ അവളുടെ നിസ്കാരം ശരിയാകൂല. കഫ് എന്ന് പറയും മുൻകൈ ഇതുവരെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സായിദ് എന്ന് പറയും. ഈ സായിദിൽ ഒരു ഭാഗവും പുറത്ത് കാണാൻ പാടില്ല. അപ്പം നിസ്കാരത്തിൻ്റെ കുപ്പായം ഇങ്ങനെ തന്നെ വരണം. പർദ്ദ ധരിച്ചുകൊണ്ടോ മാക്സി ധരിച്ചുകൊണ്ടോ ഒക്കെ നിസ്കരിക്കുന്ന സഹോദരിമാർ മിക്ക അവസരങ്ങളിലും ഈ ഭാഗം പുറത്ത് കാണും. എലാസ്റ്റിക് കൊണ്ടോ ബട്ടൺ കൊണ്ടോ എന്താവട്ടെ ശരിക്ക് ശ്രദ്ധിച്ച് ഇപ്രകാരം തന്നെ മുൻകൈ മാത്രമേ പുറത്ത് കാണാവൂ. ഇപ്പുറം പുറത്ത് കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും.